ഇത് ദുരിയാനാണ്. ദുരിയാൻ നമ്മുടെ സ്വന്തം മരത്തിൽ, സാധാരണ കേരളത്തിലൊക്കെ ദുരിയാൻ മരങ്ങൾ അപൂർവമാണ്. ഇത് നമ്മുടെ മലേഷ്യ, സിംഗപ്പൂർ ആ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇത് പല വെറൈറ്റികളുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും ആദ്യമായിട്ടൊരു ദുരിയാൻ്റെ ചക്ക പിടിച്ചിട്ടുണ്ട്. അത് 2-3 വർഷമായിട്ട് ഇത് പൂക്കുന്നുണ്ട് എങ്കിൽ തന്നെയും കായ്ച്ചില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യമാണ് ഇതിനകത്ത് 2 ചക്കകൾ പിടിച്ചു. പക്ഷേ ഒരെണ്ണം ശരിക്കും പാകമാകുന്നതിന് മുമ്പ് തന്നെ താഴത്ത് വീണു കേടായിപ്പോയി. അപ്പം അത് കഴിഞ്ഞ ദിവസം നമുക്ക് ലഭ്യമായ ഇതാണ്. ഇത് പറയുന്ന പോലെ ഇതിൻ്റെ മുള്ളൊക്കെ വളരെ ശക്തമായ മുള്ളാണ്. പിന്നെ ഇതിന് ഒരു അസഹ്യമായ ഒരു മണമുണ്ട്. അത് വല്ലാത്തൊരു ദുർഗന്ധം പോലെ തോന്നും. പക്ഷേ എന്നാലും ഈ പറഞ്ഞ തരത്തിലുള്ളൊരു ദുർഗന്ധം ഇതിനകത്ത് വരുന്നില്ല. എന്തായാലും ഈ പഴം ആദ്യമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ച പഴം നമുക്കൊന്ന് മുറിച്ച് നോക്കണം. അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്യാം. വാ, വരൂ, നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് നോക്കുള്ളൂ. കണ്ടോ, ഇതാണ് നമ്മുടെ ദുരിയാൻ. ഇതിന് അല്ലികളായിട്ടിരിക്കുക കണ്ടോ. 2-3 സെക്ഷനിൽ ചെറിയ ചുളയും. കഴിച്ച് നോക്കണം ഇതിനിപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത്. പൊട്ടിച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ സൂപ്പർ. ആ മണത്തിൻ്റെ ആ ഒരു ആസക്തി ഇതിൻ്റെ ചുള കഴിക്കുമ്പോൾ മാറും. ആ മണത്തിന് ഉണ്ടായിരുന്ന പ്രതിഫലനം, പ്രത്യേക ഒരു സുഗന്ധം തോന്നുന്ന രീതിയിലുള്ള ടേസ്റ്റാണ് അനുഭവപ്പെട്ടത്. ഞാൻ ദുരിയാൻ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ദുരിയാൻ നമുക്ക് നല്ല ഒരു അനുഭൂതി നൽകുന്ന പഴം തന്നെയാണ്. അപ്പം പഴങ്ങളുടെ രാജാവെന്ന് പറയുന്നതിൽ സംശയമില്ല. ഇത് നമുക്ക് തന്നെ ആദ്യമായിട്ട് ലഭ്യമായ ഒരു പഴമായിരുന്നു. പക്ഷേ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറം. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇത് നമുക്ക് കിട്ടുന്നത് അത്ര സുഖമുള്ളതായിരിക്കില്ല എന്നൊക്കെ ഞാൻ മനസ്സിൽ കരുതി. പക്ഷെ ഏതായാലും സൂപ്പറാണ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്താം. ഞങ്ങളുടെ പുരയിടത്തിൽ അനവധി ഫലവൃക്ഷങ്ങൾ ഞങ്ങൾ നട്ടിട്ടുണ്ട്. ദുരിയാനല്ല, വിവിധ ഇനം ഫ്രൂട്ട്സുകളുടെ ഒരു ശേഖരം തന്നെ ഞങ്ങൾക്കുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് നിങ്ങൾക്ക് അനുഭവവേദ്യമാക്കാമെന്ന് അറിയിച്ചുകൊണ്ട് ഓക്കെ.